ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു അഡീനിയം ചെടിയുടെ വിശേഷങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ചെടിയാണ് അഡീനിയം. അഡീനിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏകദേശം 100 വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഡബിൾ പെറ്റൽ, സിംഗിൾ പെറ്റൽ, മൾട്ടി കളർ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡീനിയം ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡീനിയം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. അത്യാവശ്യം നല്ലൊരു പോട്ട് മിക്സിൽ നട്ടതിന് ശേഷം അതൊന്ന് എവിടെയെങ്കിലും ഒരു വെയിലുള്ളൊരു സ്ഥലത്ത് നട്ട് ഒരാഴ്ച നമ്മൾ ഷെയ്ഡിൽ വെക്കുക. അതിനുശേഷം വീട്ടിൽ എവിടെയാണോ നല്ല വെയിലുള്ളൊരു സ്ഥലം അവിടെ വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് അഡീനിയം. പിന്നെ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാൻ മറന്നു പോയാലൊന്നും ഒരു കുഴപ്പമില്ല. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കേണ്ടത്. പിന്നെ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെക്കുകയും വളരെ കുറഞ്ഞ വെള്ളം കൊടുക്കുകയും കൃത്യമായ വളങ്ങൾ ചെയ്യുകയും ചെയ്താൽ വളരെ ഭംഗിയായി നമ്മുടെ വീട്ടിലെ ഒരു എലിഗൻ ലുക്കിലേക്ക് കൊണ്ടുവരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ കളേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി. അതുകൂടാതെ ഇതിൻ്റെ ലുക്ക്, ഈ ബോൺസായി ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും കുറച്ച് നേരം നോക്കി നിന്ന് പോയി. ഈ കോഡക്സിലാണ് വെള്ളം നിറയെ സംഭരിച്ച് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ വാട്ടറിങ് ചെയ്യുമ്പോൾ കോഡക്സ് ചീഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം അധികം കൊടുക്കരുത് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കീടങ്ങളുടെ ആക്രമണമാണ്. അത് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേര് ചീഞ്ഞു പോവുകയും തണ്ട് ചീഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ സാഫ് കട്ടിക്ക് കലക്കിയിട്ട് തേച്ച് കൊടുത്താൽ മതി. വളങ്ങൾ കൃത്യമായി ചെയ്താലാണ് പൂക്കളും നിറയെ ഉണ്ടാകുന്നത്. പൊട്ടാഷ്, ഫാക്ടം ഫോസ് തുടങ്ങിയ വളങ്ങളാണ് ഏറ്റവും എഫക്റ്റീവായിട്ട്. അത് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ NPK, ബാലൻസ്ഡ് ന്യൂട്രീഷൻസ് ഉള്ള NPK എന്ന് പറയുന്ന ഒരു പാക്കറ്റ് വളം വാങ്ങി ഒരു ചെറിയ സ്പൂണിന് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മാസത്തിൽ 2-3 തവണ വരെ നമുക്ക് അഡീനിയം ചെടികൾക്ക് വളം ചെയ്യാം. 2 തവണ 15 ദിവസം കൂടുമ്പോൾ വളം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്യമായ വളം ചെയ്യുകയും പ്രൂൺ ചെയ്യുകയും ഒക്കെ ചെയ്ത് കൊടുത്താലാണ് അഡീനിയം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കുന്നത്. ഇതിനെ ഡെസേർട്ട് റോസ് എന്നാണ് പറയുന്നത്. വളരെ ഭംഗിയാണ് കാണാൻ. ഒരു സീസണിൽ നിറയെ ഇല കാണാതെ പൂക്കളുണ്ടാവും. അത്രയും ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഒരു ഗാർഡനിങ് ചാനലാണ്. മെയിനായിട്ടും അഡീനിയം ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങളെങ്കിലും നിങ്ങളിലേക്ക് ചെടികൾ എത്തിക്കും. പിന്നെ നമ്മൾ കുറച്ച് ലീഫ് പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ലീഫ് പ്ലാന്റ്സ് വേണമെങ്കിലും ചെടികൾ വേണമെങ്കിലും ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. പിന്നെ അഡീനിയത്തിനുള്ള കൊടുക്കേണ്ട സാഫ്, നീം ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിലും ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും. ചെടികൾ പോസ്റ്റ് ഓഫീസ് വഴിയും DTDC വഴിയും നമ്മൾ ചെടികൾ കൊടുക്കാറുണ്ട്. സ്പീഡ് പോസ്റ്റ് വഴിയും കൊടുക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസ കൂടും. എന്നിരുന്നാലും നിങ്ങളിലേക്ക് വേഗം തന്നെ ചെടികൾ എത്തും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഡീനിയം ചെടികൾ ആവശ്യമുള്ളവർ എന്നെ വാട്സപ്പ് ചെയ്യുക. മാക്സിമം കോൾ ഒഴിവാക്കുക. എൻക്വയറിക്ക് വേണ്ടി വരുന്ന കോളുകൾ വളരെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഒരുപാട് കോൾ വരുന്നുണ്ട്. താങ്ക് യു. വീണ്ടും വരാം. ബൈ ബൈ.